ഞങ്ങളെടുക്ക് വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കണത്. വല്ല ആൾക്കാരും കേറൂലേ? നിങ്ങളെന്താ ഈ വാതിലൊക്കെ മലക്ക തുറന്നിട്ട് പോയിക്കണത്? ബാത്റൂമിലൊക്കെ വാതില് തുറന്നിട്ടിട്ട് തന്നെ പോണട്ടാ. എന്തായി പോയ കാര്യം? എന്താവണ് പോയ കാര്യം? അതന്നെ പറയണത്. നിങ്ങളെ മകൻ പോയിട്ടേ ഇഷ്ടപ്പെട്ട ഒരു പെരയാണല്ലപ്പ അത്. എനിക്ക് പെര ഇഷ്ടപ്പെടാത്തത് കുട്ടിനെ ഇഷ്ടപ്പെടാത്ത? എനിക്ക് രണ്ടും പറ്റിയിട്ടില്ല. പെരയും പറ്റിയിട്ടില്ല, പെണ്ണിനും പറ്റിയിട്ടില്ല. എന്ത് പെണ്ണാണ്, എന്ത് കോലാണ്. പിന്നെ പെരക്കാരാണെന്നുണ്ടെ പറയും വേണ്ട, നക്ക് പിന്നെ ഗതിയില്ല. നിങ്ങളെ മകനിക്ക് വിളിച്ചിങ്ങാണ്ടേ ഇത് നടക്കൂലെന്ന് തന്നെ പറഞ്ഞാളി. എന്താ നടക്കായി? ഇക്ക് പറ്റിയിട്ടില്ല. നമ്മളെ ഈ സ്റ്റാൻഡേർഡിനൊത്ത ആൾക്കാരൊന്നും അല്ല അത്. എവിടോ ഇതില് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാളതാ. എന്റെ മകനിക്ക് എന്തായാലും എന്റെ അഞ്ചത്തിന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത്. അത് അതേപോലെ തന്നെ നടക്കുള്ളൂ. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളെ മകനോട് പറഞ്ഞാളി. ഞാൻ വിളിച്ചു പറയില്ല. ആണ്ട നിങ്ങള് വിളിച്ചണ്ട, ഞാൻ വിളിച്ചോണ്ടല്ലോ എനിക്ക്. വെറുതെ അവിടെ പോയി പച്ച വെള്ളം പോലും ഓര് തന്നില്ല. അല്ല ഇനിയിപ്പൊ തന്നാലും ഞാൻ കുടിക്കൂലട്ടാ. അങ്ങനത്തെ പെരേന്നൊന്നും ഞാൻ കുടിക്കൂല. വെറുതെ മനുഷ്യന്മാര് മെനക്കെട്ട് പോയി. ഇജ്ജ് ഇങ്ങോട്ടൊന്ന് വിളിച്ചാ, അത്യാവശ്യാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ടൊന്നും ഇപ്പൊ വിളിച്ചാ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞോണ്ട്. അത് വിളിച്ചോന്. ഹലോ. ഞാൻ ആ പെരെ പോയി നോക്കി. എന്തൊക്കെ ആൾക്കാരാണ്. ആ ബന്ധമൊന്നും ഇപ്പൊ ഞമ്മക്ക് നടക്കൂല. നമ്മളെ കുടുംബങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേക്കാര അവസ്ഥ അത് ആലോചിച്ചിക്കണ. നമ്മളെ കുടുംബം എന്ന് പറഞ്ഞ വലിയ കുടുംബാണ്. അവർക്കൊക്കെ ഇപ്പൊ ഓളായിട്ട് പോവാനൊക്കെ പറ്റുമോ? ഈ കല്യാണം നമ്മക്ക് വേണ്ട. ഇജ്ജ് വേറെ ഏതേലും നോക്കിക്കോ. അല്ലെങ്കിൽ എന്റെ അഞ്ചത്തിന്റെ മകളുണ്ടല്ലോ എന്നെ കാത്തിരിക്കണ്. ഓളജ് കെട്ടിക്കോ. ഓൾക്കാവുമ്പോ ദുബായിലെ നേഴ്സാണ് ഓള്. ഓൾക്കും അത്യാവശ്യം ഇതുണ്ട്, പൈസയും കാര്യങ്ങളും ഉണ്ട്. ഓളെ തന്നെ മതി, വേറെ ആരും വേണ്ട. ഇത് നടക്കൂലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പെരയും കൂടി അടക്കം നല്ല പോലെ ഇല്ല. ഒരു ഓടിട്ടൊരു പെര, ചെറിയ ഒരു പെര, ഒരു റൂമും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇജ്ജ് എങ്ങനെ അവിടെ പോയി നിക്കല്? അന്നെന്തിനാ അവിടെ പോയി നിക്കണത്? ഓള് ഇങ്ങണ്ടല്ലേ വരുന്നത്. എന്നാ ഇജ്ജ് എന്താച്ച് കാട്ടൂടി. ഇന്നോട് ഇനി ഒന്നും പറഞ്ഞു വരണ്ട. എന്തായടി ഓ സമ്മതിച്ചോ? നിങ്ങളതല്ലേ മകൻ, പിന്നെ ഞാൻ പറഞ്ഞത് കേക്കുവോ? നിങ്ങളതേ സ്വഭാവമാണ് എനിക്ക്. ഈ തൊണ്ടക്കും മകൻക്കും ഓ പെണ്ണിനെ തന്നെ വേണം. കാണിച്ചേരാ, കല്യാണം ഉണ്ട് കഴിയട്ടെ. എനിക്കറിയാലോ ഓരോന്ന് പറഞ്ഞിട്ട് മുടക്കാന്. ചോറ് ഇതിക്ക് ഇറക്കി വെച്ചോ. എന്താ നോക്കിക്കണ്? പണിയോളൊന്നും എടുക്കണില്ലേ? ഉമ്മ അത് മാറിക്കുന്ന ഞാൻ അവിടെ ചെയ്യാം. വേണ്ട അടുക്കളയത്തെ പണിയോളൊന്നും എടുക്കണ്ട. അതൊന്നും എടുത്താലേ ശരിയാവില്ല. അതിന് കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ വേണം വെച്ചുണ്ടാക്കണേന്. ഇജ്ജ് പോയിട്ടേ ആണ്ട് അടിച്ചൊരു തുറച്ചിടൊക്കെ ചെയ്താളാ. പിന്നെ നല്ല മാറാലുണ്ട്, അതും കൂടി തട്ടുട്ടോ. പുതിയൊന്നും ചമഞ്ഞ് ഇരിക്കാൻ ഓള്. അന്ന് നമ്മുടെ വെറുതെ ഇങ്ങനെ ഇരുത്താൻ കൊടുന്നതല്ലേ. ഒരു പണിയെടുക്കടി പോയിട്ട്. മോളെ ചെയ്യണ് അത് ഉമ്മ പറഞ്ഞു മാറാനൊക്കെ ഒന്ന് തട്ടാനേ. എന്താ വേണ്ട, ഇപ്പൊ ചെയ്യണ്ട. അത് സാരില്ലപ്പാ, ഞാൻ ചെയ്തോളാം. അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ ചെയ്യാ. ഇപ്പൊ തൽക്കാലം ആ റൂമിൽ പോയിക്കോ. വേണ്ട. പറ കുട്ടി, ഇപ്പൊ പറയണ കേക്ക്. ഈ ചെല്ല്.
എന്താണ് ഇങ്ങോട്ട് തന്നെ പോന്ന്? എന്താ സംഭവം? ഇപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് പോന്ന് വന്നിരിക്കാന്. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു, ഇപ്പൊ തന്നെ ഒന്നും പണിയോളൊന്നും എടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞെങ്കിൽ ഇരുന്നോ. നിങ്ങക്ക് പോവാനായി തുടങ്ങിയോ? പിന്നെ പോവാനായി, ഒരാഴ്ച കഴിഞ്ഞാ പോവും. ഒരാഴ്ചയെ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ഉണ്ടാവും പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ പോവാ? അവിടെ ഓഫീസിൽ ആളില്ലാന്ന് പറഞ്ഞിട്ട് അറബി വിളിച്ചിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ട്. നിങ്ങക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? ഗൾഫിക്കൊക്കെ പോവാറിഞ്ഞ ഒറ്റക്ക് ഇവിടെ ഞാൻ ഒറ്റക്കാവും. നിങ്ങക്ക് നാട്ടിൽ തന്നെ സെറ്റിൽ ആയിക്കൂടെ? ഒന്നും കൂടി ഒക്കെ പോയി വരട്ടെ, എന്നിട്ട് ശരിയാക്കാം. പിന്നെ നമുക്കിന്ന് വൈകുന്നേരം വീട്ടിക്കൊന്ന് പോയാലോ? ഇന്നിപ്പോക്കൊക്കെ നല്ല വിഷമം ഉണ്ടാവും. പിന്നെ അവിടെ ഇങ്ങനെ നിന്നതല്ലേ, പെട്ടെന്നൊരു പെരേക്ക് മാറുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവൂലേ? ഇക്ക വിളിച്ചീന്ന് വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോട് ചോദിക്കട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിമ്മാനോടൊന്ന് ചോദിച്ചു നോക്ക്. ഇമ്മാനോട് ഞാൻ ചോദിക്കേ? ഉമ്മ സമ്മതിക്കോ? ഉമ്മ സമ്മതിക്കാതൊന്നും ഇരിക്കൂല, ഇത് ചോദിച്ചു നോക്ക്. ചോദിച്ചോക്കാം. പോവാണെങ്കി അപ്പൊ നമുക്ക് വൈകുന്നേരം പോവാം. ഈ പെണ്ണിടെ എവിടെ? ഓളെടുക്ക പോയി? ഞാൻ ഓളോട് അടിച്ചൊരു തുറക്കാൻ പറഞ്ഞതേന്നല്ലോ. ഓളതാ റൂമൊക്കെ പോയിക്കണു. മണിയറിന്റെ ഉള്ളിൽ കയറി ഇരുന്നിക്കണ? ഞാൻ അവിടെ അടുക്കളയിൽ ഓരോ പണിയിലാണോ, അപ്പൊ ഇതിന് റൂം കയറി ഇരുന്നിക്കണല്ലോ. ഏടി ഏടി വാതിൽ മരം മുട്ടുണ്ടല്ലോ. ഞാൻ പോയോക്കട്ടോ. വാതിൽ ഉറക്കടി. നിന്റെ പേരന്റെ ഉള്ളിൽ ഇങ്ങനെ വാതിൽ അടച്ചിട്ട് വെക്കാനൊന്നും പറ്റൂല. എന്തിനാടി ഐറ്റങ്ങൾ ശല്യം ചെയ്യണേ? ഐറ്റങ്ങൾ അവിടെ കിടന്നോട്ടെ അല്ലേ? ഓനും കൂടി ഞാൻ ഒപ്പം കൊടുത്ത പച്ച പകലി. നിങ്ങൾ എന്നെ കൂടെ വെറുതെ വർത്താനം പറയിപ്പിക്കണ്ട. എന്തമ്മ ഇജെന്താ അടിച്ചൊരു തുടക്കം ചെയ്യാതെ റൂമിൽ പോയി കിടക്കണത്? അത് അനക്ക് നാവില്ലേ പറയാന്? ഞാനാണ് പറഞ്ഞത് അതിനോട് ചെയ്യണ്ടാന്ന്. ഇങ്ങളാ പറഞ്ഞത് പോയി കിടക്കാന്? എന്ന് ഇവിടെ വന്ന് കേറിയോ അന്ന് മുതൽ അത് ഓലും കൂടി പേരെയാണ്. ഇന്നെ കൊണ്ട് ഒറ്റക്കൊന്നും പണിയെടുക്കാനൊന്നും വെച്ച. ഇത്രയും കാലം ഞാൻ ഒറ്റക്ക് പണിയെടുത്തില്ല, ഇനി എന്തോ ഓർക്കൊന്നും എടുത്താ വരിക? അടുക്കളയ്ക്ക് കയറണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. അടുക്കളയിൽ കയറുമ്പോഴേ കുറച്ച് വൃത്തിയിലും വെറുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുകയൊക്കെ വേണം. വൃത്തി വെറുപ്പ് ഇല്ലാത്തടത്തൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിലേ അടുക്കളയ്ക്ക് കയറ്റാൻ പറ്റൂല. വെറുതെ പെണ്ണേജി ഇന്റെ പ്രാന്ത് ഇളക്കണ്ട. റൂമ് കയറി വാതിലടച്ചിങ്ങനെ കിടക്കണു. പിന്നെ ഈ പഠിപ്പൊന്നും ഇവിടെ പറ്റൂല കേട്ടോ. പച്ച പകലും മാപ്പിളുടെ ഒപ്പം കയറി കിടക്കലൊന്നും അതെ അന്റെ പെരയിൽ നടക്കേക്കാരം. ഇന്റെ പെരയിൽ അത് നടക്കൂല. മര്യാദ വന്നിട്ട് നേരാക്കാൻ നോക്ക്. ഒരു എന്തിനാ കരയണ്? എന്റെ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇപ്പൊ ഇമ്മന്ന് കൊറേ ചീത്ത പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരുന്നേന്. എനിക്കൊന്നും അമ്മക്ക് എന്നെ ഇഷ്ടല്ല. അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇത് നടക്കും തോന്നണില്ലാന്ന്. നിങ്ങളൊരൊറ്റ ഒരാളെ നിർബന്ധത്തിനൊക്കെ ഈ കല്യാണം നടന്നിക്കണ്. നിങ്ങളമ്മക്ക് തീരെ ഇഷ്ടല്ല ഇക്ക. നിങ്ങൾ പോയി കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താവും? കരയല്ലേ, ഒക്കെ ശരിയാവും. ഇമ്മ അങ്ങനെ തന്നെ എടുത്ത് ചാടി സംസാരിക്കും, പക്ഷെ ഇഷ്ടണ്ട് ഉമ്മാക്ക് ഉള്ളില്. നിങ്ങൾ പറയണ പോലൊന്നല്ല. നിങ്ങളമ്മന്റെ സ്വഭാവം നന്നാവും തോന്നുന്നില്ല. എന്ത് ചെയ്തിട്ടാ എന്നോട് ഇത്രക്ക് ദേഷ്യം? ഇനി എങ്ങനെ ഞങ്ങളമ്മമാരോട്ട് നല്ലപോലെ നിക്കുക? നിങ്ങളമ്മക്ക് എത്ര സ്നേഹം കൊടുത്താലും നിങ്ങളമ്മക്ക് എന്നോട് ഒരു ഇഷ്ടം ഉണ്ടാവൂല.
എന്റെ പേരേക്കാണെങ്കി വിളിച്ച് പറയാനും പറ്റൂല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോന്നതല്ല. എന്റെ ഇഷ്ടം മാത്രം നോക്കിട്ടല്ലേ കല്യാണം നടത്തിയിരിക്കണ്. ഫോൺ എടുക്കണ്ടല്ലോ. ഇന്നേണ്. ഹലോ ഉമ്മ. വലൈക്കും അസ്സലാം. എന്താ സംസാരത്തിന് ടെൻഷൻ പോലെ? എന്തേ? ഇപ്പാനെ? എപ്പോ? എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞ്? 1,00,000 രൂപ? എന്തമ്മ നമ്മള് ചെയ്യാ? കാക്ക എന്ത് പറഞ്ഞ്? 50,000 കൂടി വേണമെന്നോ? എന്തമ്മ കാട്ട? എനിക്കിപ്പനെ കാണണം. ഞാൻ അവിടെ ഇക്കാനോട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കണ്ട നിങ്ങക്ക്. ആ ശരി. എന്താ പന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് നിന്ന് ഫോൺ വിളിക്കുക? അത് ഇമ്മ വിളിച്ചതേന്ന്. ഇപ്പൊക്കെ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കണ്. പെട്ടെന്ന് ഒരു സർജറി വേണമെന്നാ പറഞ്ഞിക്കണ്. സർജറി ചെയ്യാൻ പറഞ്ഞിക്കണെങ്കിൽ അത് ചെയ്യണം. അല്ല അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? കല്യാണത്തിന് ഓല ആരും വന്നില്ലല്ലോ. എന്റെ ആങ്ങളും വന്നില്ല, എന്റെ അഞ്ചത്തിയും വന്നില്ല. ഓലെ മകളെ കൊണ്ട് ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് നിന്നതല്ലേ. ഓലൊക്കെ തെറ്റിയിട്ടും ഉണ്ടാവും. തെറ്റിക്കോട്ടെ, വരണ്ട. ഇതൊന്നും കാട്ടണ്ട. എന്റെ കുടുംബങ്ങളല്ലേ അല്ലെ. അനക്കിപ്പ എന്താ? നമുക്ക് ഊളുണ്ടല്ലോ. നിങ്ങളൊന്നും പറയണ്ട. ഞാൻ ഒന്നും പറയണില്ല. ഇക്ക, എന്റെ ഉമ്മ വിളിച്ചിരുന്നു. ഇപ്പാനെ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കണത്ര. എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നാ പറഞ്ഞിരിക്കണു. 50,000 കാക്ക എവിടുന്നൊക്കെ ഒപ്പിച്ചിരിക്കണു. ഇനി 50,000 ആവശ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇക്കാക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കണ വെച്ചിട്ട് ഇജ്ജ് എന്തിനാ ഓനോട് വന്നിട്ട് പറയണത്? ഓന്റെ അടുത്ത് എവിടുന്ന പൈസ? നിങ്ങളിപ്പോ ഞങ്ങളെ മുതല് കണ്ടിട്ട് നിങ്ങള് കല്യാണത്തിന് നിന്നത്. മുതലില്ലാന്നുണ്ടെങ്കിലേ കല്യാണത്തിനൊന്നും നിക്കണ്ടീനില്ല. ഇവിടെ ഓപ്പറേഷത്തിന് പൈസ, ഒരു 10 പൈസ ഇവിടുന്ന് എന്റെ പെരക്കാർക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ടട്ടോ. നമുക്ക് പിന്നെ ഗതിയില്ല. എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ചരക്ക. എന്തിനു ചെയ്യ? ഇവിടുന്ന് ചെങ്ങാനും ഓൾക്ക് പൈസ കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിരണ്ടി ബാക്കി കാര്യങ്ങള്. അനുഭവിക്കട്ടജി, അനുഭവിക്ക്. ആർക്ക് ഇതന്നെ വേണടാ. ഇതിന്റെ അപ്പുറം എനിക്ക് കിട്ടും. നോക്കിക്കോളുണ്ട്. ഇജ്ജ് ഇവിടുത്തെ പൈസ കൊടുക്കണേ ഞാനൊന്ന് കാണട്ടെ. മോളെ, ഈ വിഷമിക്കണ്ട. ഞാൻ വിട്ടുതരാം. എന്റെ കാക്കാന്റെ അക്കൗണ്ടിക്ക് 50,000 അത് ഞാൻ വിട്ടുതരാം. കാക്കാന്റെ അക്കൗണ്ടിക്ക് ഇട്ടുകൊടുത്താ മതി. ഒരു മാർഗില്ലായിട്ട് ഞാൻ ഇട്ടുകൊടുത്ത ഇമ്മറി. നിങ്ങളൊന്നും അത് ചെയ്യും. ഞാൻ തരണ്ട് നിങ്ങക്ക്. എന്റെ അവസ്ഥ എനിക്കറിയാം മോളെ. വേഗം വിളിച്ചിട്ടേ ഓനോട് പറയട്ടോ. ഞാൻ വിളിച്ചു പറയാം. സിംഗത്തിൽ നമ്പർ കിട്ടൂല.
ആ കാക്ക പിന്നെ എന്റെ അക്കൗണ്ടിക്ക് ഒരു 50,000 ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ എന്തേലൊക്കെ ചെയ്യേ. പിന്നെ ഇക്ക പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തേലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ചെയ്യാന്ന. ഇവിടുന്ന് ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് കാണപ്പാനെ. ഞാൻ വരാം, നാളെ വരണ്ട കേട്ടോ. ആ എന്നാ ശരി എന്നാ. കുറച്ചുണ്ട് ഇപ്പൊ. ഇമ്മ അങ്ങ് പോയിട്ട് വരാം ഇപ്പ. ആ അതെ. ഇങ്ങളെ പറഞ്ഞാ മതി ഇതിനൊക്കെ. നിങ്ങൾ എല്ലാരും വളം വെച്ച് കൊടുത്തോളി. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വില പോലും ഇല്ലല്ലോ ഇതിന്റെ ഉള്ളില്. അതൊന്നും പറയണ്ട. നിങ്ങളെടുക്കാ പോണത്? ഞാൻ അങ്ങാടിക്കാണ്. ആ പോടി, എല്ലാരും പോടി ഇവിടെ നിന്നെ ഒറ്റക്കാക്കി ഇങ്ങാണ്ട്. ഇനിയിപ്പോ ആരായിക്ക് വിളിച്ചുന്നത്? ആ റുബി മോളാണല്ലോ. ആ ഹലോ റുബിയെ. ആ സുഖാണെടി, കൊഴപ്പൊന്നുമില്ല. ഇജ് എവിടുന്ന് വിളിക്കണേ? വരുന്നുണ്ടാ? എന്നാ വരുന്നേ? 26-ാം തീയതി. ആ സുഖാടി, കൊഴപ്പൊന്നുമില്ല, എങ്ങനെ പോണ്. ആ ഓൾക്കും കൊഴപ്പൊന്നുമില്ല. അപ്പൊ ഓളെ പാപ്പാന്റെ ഓപ്പറേഷൻ ആണ് നാളെന്ന് പറഞ്ഞിട്ട് ഓളും കൂടി കെട്ടി ഒരുങ്ങി ആട് പോയിക്കണ്. ഇവിടെ ഇപ്പൊ ആരും ഇല്ല, അമ്മായിക്കാക്കി ആട് ഇറങ്ങി പോയിക്കണ്. എന്താ എന്നിട്ട് എന്റെ പാട്? കല്യാണത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ല. എന്തായാലും അമ്മായിയുടെ കുട്ടിയുടെ കൗത്തിന് ഓന്റെ മഹർ ഉണ്ടാവും. അത് പോരെ എനക്ക്. ഇജ് നാട്ടിലേക്ക് എത്തിയിട്ട് ഇങ്ങോട്ട് വായട്ടോ. പിന്നെ ഇജ് വരുമ്പോ ആ ബാഗും ഇങ്ങോട്ട് എടുത്തോണ്ടു. എന്താച്ചാലേ ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. ഇജ് വന്നിട്ട് വേണം അത് നടപ്പാക്കാന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്. ഇജ് ബാഗ് എടുത്തിട്ട് വാട്ട, മറക്കരുതിട്ടാ. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം. ഇജ് ഇങ്ങോട്ട് വരുണ്ടു. ആ ആയിക്കോട്ടെ. എന്നാല് ഇമ്മൊക്കെ വിളിച്ചീനാ? ആ ഇമ്മ പിന്നെ കല്യാണത്തിന് വന്നിട്ടില്ല. അമ്മോനിന്റെ ആങ്ങളൊന്നും കല്യാണത്തിന് വന്നിട്ടില്ല. ഈ ഒരു കല്യാണം എല്ലാം നടത്തിയിരിക്കുന്നത് നക്ക് ഇപ്പിന് ഗതിയില്ല തന്നെ പറയാ. എടങ്ങേറായിക്കും മനുഷ്യന്മാര്. ഒരു പുറത്ത് കോളേറ്റ് വന്നാണ്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഇജ് വന്നിട്ട് വേണം ഒക്കെ ശരിയാക്കാന്. ഇന്നായിക്കോട്ടെ, എന്നാ അമ്മായിയുടെ കുട്ടി വെച്ചാട്ടോ. ആ ശരി എന്നാ. ഓളിങ്ങോട്ട് വരട്ടെ, വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാന്. അല്ലാപ്പൊ ശരിയാവൂല. ആ ഇത്ര നേരം വൈകി വരാന്? ഞാൻ കൊറേ നേരമായി എന്നെ കാത്തിരിക്കണം. അക്ഷയയിലൊന്ന് പോവാണ്ടായിരുന്നു, ഒരു പേപ്പറൊക്കെ നേരാക്കാന്. അതിനു വേണ്ടി പോയതായിരുന്നു. അതാ നേരം വൈകിയത്. എന്നാ ജിരിക്ക്. ഇതെന്താ പെണ്ണ ഇങ്ങനെ കിടക്കണത്? ഇങ്ങനെ നടക്കായിട്ടേ, നടന്ന് ശീലയില്ലല്ലോ, അതുകൊണ്ടാ. അല്ല അമ്മ, എങ്ങനെ എന്തിനാ എന്നോട് ബാഗ് കൊണ്ടുവരാൻ പറഞ്ഞത്? പോളുണ്ട് അപ്പുറത്ത് മുണ്ടണ്ട. ഇപ്പൊ എത്ര ദിവസമായി വന്നിട്ട്? ഇപ്പൊ ഞാൻ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. നിൽക്കാണെന്നുണ്ടെങ്കിൽ പോകുമ്പോത്തിന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിന് പോടി പാഞ്ഞ് നടക്കുക. അക്ഷയയിൽ പോയിട്ട് ഒരു പേപ്പർ നേരാക്കാണ്ടായിരുന്നു. അതിനാണ് ഒന്നാമത് പോകുന്നത് ഞാന്. ഷെഫീക്ക് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ആ ഓൻ പോയിട്ട് ഇപ്പൊ 2 ആഴ്ച ആയി. 2 ആഴ്ച. ഒരുമിച്ച് ജീവിക്കാൻ കുറെ ആഗ്രഹിച്ചല്ലേ, നടന്നില്ലല്ലോ. ഒക്കെ ശരിയാവടി, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
ഓളുണ്ട് അപ്പുറത്ത് മുണ്ടണ്ട. ആർപ്പാണ് വർത്താനം പറയുന്നത്? ഇതാണ് എന്റെ അഞ്ചത്തിയുടെ മകള്. എന്റെ മാപ്പിളിനെ കൊണ്ട് ഞാൻ കെട്ടിക്കാൻ നിന്നത് ഓളെയിരുന്നു. എന്റെ കുട്ടിക്ക് അതിന് ഭാഗ്യം ഇല്ലാതായി പോയി. അതിന് അണക്കാണ് ഭാഗ്യം ഉണ്ടായത്. ഇരിക്കെ, ഞാൻ ചായ ഉണ്ടാക്കാം. അല്ല, ഇപ്പാന്റെ ഓപ്പറേഷത്തിന് എവിടുന്ന പൈസ ഒക്കെ കിട്ടി? ഓപ്പറേഷൻ ആണെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ അമ്മായി, അതും ചോദിച്ചേ. ഇപ്പാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസമൊക്കെ ആവാനായി. അത് ആങ്ങളെയാണ് കടം വാങ്ങിയിരിക്കണത്. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ചായ കുടിക്ക്. ഞാൻ ബാത്റൂം പോയിട്ട് വരട്ടോ. നിങ്ങളിവിടെ ഇന്ന് സംസാരിക്കേ. പോവാണ്ടെങ്കി പോയിക്കോ. എന്തിനപ്പ ഞങ്ങളോട് പറയണത്? എന്താ അമ്മായി അവിടെ പോയി നോക്കണ്? പിന്നെ ഓളിപ്പോ ബാത്റൂമിൽ കേറിക്കല്ലേ. എന്റെ സ്വർണ്ണം ഓല അൽമറയിലാണ്. ഞാൻ അത് എടുത്തിട്ട് അന്റെ അടുത്ത് തരാം. ഇജ് ഇതാ അത് കൊണ്ടുപോയിക്കോ. അത് കൊണ്ടുപോയിട്ട് പെരയിലോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന എവിടെയെങ്കിലും സ്ഥലത്ത് ഇജ് വെക്ക്. ആവശ്യമില്ലാവുമ്പോ ഞാൻ വിളിക്കാം. ഇവളെങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണല്ലോ. അതിനുള്ള ഐഡിയ ഓൾ എടുത്തുക്കണെന്ന് പറഞ്ഞാലും ഓളെ ഇവിടുന്ന് ആട്ടല്ലോ എന്റെ മകൻ. അതിന് വേണ്ടിയിട്ടാണ്. ഇജ് വായോ, നമുക്ക് അത് പോയിട്ട് എടുക്കുക. വേഗം. ഓളിപ്പോ ബാത്റൂമിൽ കേറിയതാണ്. ബാഗ് ഏറ്റോ? ഇജ്ജ് വായോ, അജ്ജ് അവിടെ നിൽക്കട്ടോ. ഒച്ച ഉണ്ടാക്കല്ലോ. എന്താണ് കൊണ്ടേക്കോ, ഒച്ച ഉണ്ടാക്കണ്ട. എന്നാ ഞാൻ പോയിട്ട് വിളിക്കാം. ഇജ്ജ് പോയിക്കോ, ഞാൻ വിളിക്കണ്ട. അപ്പൊ ഇജ്ജ് കൊടുന്നാ മതിട്ടോ. വേഗം പോവാൻ നോക്ക്. ഞാൻ പോട്ടെട്ടോ അമ്മായിയെ. നിങ്ങൾ വിളിക്കൊണ്ട് എന്താ വിവരം പോലെ ട്ടോ. ഞങ്ങളറിയോ, ഒക്കെ പേടിയാവുന്നുണ്ട്. എന്നാ ശരി. എന്നാ സമാധാനായി. സമാധാനായി. എങ്ങനെ ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലിപ്പൊ തള്ളന്റെ മകനെ ഞാൻ ഇപ്പൊ കെട്ടും. ഒന്ന് കെട്ടി ഇതാക്കിയോന്നല്ലേ ഞാൻ ഇനിയിപ്പോ രണ്ടാമത് കെട്ടാൻ നിൽക്കുന്നത്. തീർച്ചയായും ഇന്നിപ്പൊ ഇനി പണ്ടം ഒന്നും ചെയ്യാൻ പറ്റൂല. നാളെ എന്തേലൊക്കെ ചെയ്തിട്ട് ആ പൈസ ആണ് കൊടുക്ക. അതാവുമ്പോ എനിക്ക് UK പോവാലോ. അറിയാത്ത പോലെ ഇരിക്കും, അതാ നല്ലത്.
അല്ല മോള് പോയോ? ആ ഓള് പോയി. അതെ ഓള് പോയില്ലേ. കൂടുതലൊന്നും വർത്താനം പറയാനും പറ്റിയില്ല. അല്ലെ ഇപ്പൊ എന്താ അനക്ക് ഇത്ര തോനെ പറയാനുള്ളത് ഓളോട്? ഞങ്ങൾക്കൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടാവുക, അനക്കിപ്പൊ എന്താ പറയാനുള്ളത്? ഹും. അപ്പൊ ഫോണിൽ ഇങ്ങനെ കുത്തി കളിക്കണ്. അല്ലേ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പണ്ടിട്ടിട്ടൊക്കെ നിക്കണ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴേ എനിക്കൊരു പൂതി എന്റെ പണ്ടൊക്കെ ഒന്ന് ഇട്ടോക്കാന്. ഓലെ കല്യാണത്തിനൊന്ന് ഇട്ടോക്കിയതല്ലേ. ഇനിയിപ്പോ പണ്ടിട്ടിട്ട് ഇപ്പൊ എവിടുക്ക പോണേ? എവിടേക്കേലും പോവുണ്ടെങ്കിൽ മാത്രമേ പണ്ടിടാൻ പറ്റുള്ളൂ എന്നുണ്ടാ. ഇതിനോടൊന്നും പറയാനും പറ്റൂല. എന്റെ അഞ്ചത്തിനെ മകളല്ലേ ഒരു ഓട്ടോറിക്ഷ കയറി പോണ്. ആ ഓൾ അക്ഷയക്ക് പോവുന്നത്ര. അപ്പൊ ആയിക്കൂടെ പോയപ്പോ ഇങ്ങോട്ട് കേറിയതാണ്. ഇനി ഇജ്ജ് വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവോ? ഞാൻ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ എന്റെ പണ്ടങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇക്കുമാണല്ലോ ഒന്ന് ഇട്ട് നോക്ക. ഇമ്മല്ല നാലെണ്ണ ഉള്ളത്. ആ കജ്ജുമ്മ കിടക്കുന്നുണ്ട് വെച്ചിട്ട് ആ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോയോക്കട്ടെ. എന്തമ്മ? ആ ഞാൻ എന്റെ പണ്ടങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ നോക്ക. ആ അതിലുണ്ടാവും. ആ അതിലുണ്ടാവുന്നുള്ളതൊക്കെ പറയാലോ. പറഞ്ഞാണ്ടാവശ്യം. ഇവിടെ വെച്ചിന്ന് എന്റെ പണ്ടോ? ഇതിൽ വെച്ചിന്റെ പണ്ടൊന്നും കാണാനില്ലല്ലോ. കാണാനില്ലേ? അതിലുണ്ടാവുമല്ലോ. ഞാൻ നോക്കുന്ന. ആ എന്നാ നിജായിട്ട് തെരഞ്ഞില്ലാന്ന് വേണ്ട, തെരഞ്ഞൂട്. ഇതിലാണല്ലോ അന്ന് എനിക്ക് നിങ്ങളും കൂടി കൊടുന്ന് വെച്ചത്. ഇത് കാണാനില്ലല്ലോ ഉമ്മ. അപ്പൊ എന്റെ വാപ്പാക്ക് ചികിത്സക്ക് വേണ്ടിട്ട് എന്റെ പണ്ട കൊണ്ടുപോയിട്ട് വിറ്റിക്കുക അല്ലെ? ഇതില് കാണാനില്ലല്ലോ. ഇജന്നേക്കാരൻ എന്റെ മുതലെടുത്തിട്ടുണ്ടാവുക. എന്തെങ്കിലും പറഞ്ഞ് ഇക്കെന്തിനമ്മ നിങ്ങളെ പണ്ടോ? ഇമ്മങ്ങൾ ഇല്ലാത്തത് പറയണ്ടട്ടോ. ഞാൻ എടുത്തിട്ടില്ല. ഇല്ലാത്തത് പറയേ. ഇക്കിപ്പൊ ഇല്ലാത്തത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വാപ്പാക്ക് ഓപ്പറേഷൻ ചെയ്യാതെ ഇവിടുന്ന പൈസ കിട്ടിയത് അത് പറഞ്ഞാട്ട്. ഒരു പൈസ ഇല്ലാത്ത നിങ്ങളടുത്ത് എങ്ങനെയാന്ന് പൈസ ഉണ്ടായത്? കടം വാങ്ങിയിട്ട് ഇപ്പാന്റെ ഓപ്പറേഷൻ കഴിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ അമ്മ ഇന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കടം വാങ്ങിയത് നിങ്ങൾക്കൊക്കെ ആരാടി കടം തരിക? പണ്ട് കൂടിയിട്ട് എന്റെ മുതലിപ്പൊ കിട്ടണം. കള്ളത്തി മുതല് കട്ടുങ്ങാണ്ട് അന്നെന്താല്ലേ പേരേന്നൊക്കെ പഠിപ്പിച്ച് വിട്ടിക്കണത്? എന്താടി ഇവിടെ ഒരു ഒച്ചയും വിളി? ഇന്റെ പണ്ടെങ്കിൽ ഈ അൽമറിന്റെ ഉള്ളിൽ കാണാനില്ല. അതെവിടെ പോയി? ഇവളല്ലാതെ വേറെ ഒരാൾ എടുക്കൂല. ഇപ്പൊ ഞാൻ അറിയാത്ത കാര്യം ഉമ്മ പറയണത്. ഇക്ക അതിന്റെ ആവശ്യമില്ല. ഇക്ക ഇമ്മയും കൂടി ആ പണ്ടയില് വെച്ചതന്ന് എന്റെ കല്യാണത്തിന് എടുത്തിട്ട് ഇപ്പൊ കാണാനില്ല എന്നാണ്. ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ട്. ഇപ്പൊ ഉമ്മ എന്റെ പെരക്കാര് മേത്തക്കാ ഇടുന്നത്. എന്തിനാ ഇപ്പൊ അത്? ഹലോ ഇക്ക. ഇമ്മയുടെ സ്വർണം കാണാനില്ലാന്ന് ഞാൻ എടുത്തേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കാണ്. എന്തിനാ ഇക്ക ഇമ്മാന്റെ സ്വർണ്ണൊക്കെ? സംഭവം ശരിയാണ്. ഞാൻ പാവപ്പെട്ട പേരേന്ന് തന്നെയാണ് വന്നിക്കണ്. അത് വിചാരിച്ചിട്ട് എന്റെ വാപ്പ നിന്നെ കക്കാൻ പഠിപ്പിച്ചിട്ടില്ല.
നിങ്ങൾക്കറിയില്ല എന്റെ ഉപ്പാക്ക് എവിടുന്ന ഓപ്പറേഷത്തിനുള്ള പൈസ കിട്ടിയെന്നുള്ളത്. അത് ഇമ്മാന്റെ സ്വർണം കൊടുത്തിട്ട് വാങ്ങിയതാണെന്നാ പറയുന്നത്. ഞാൻ എന്താ ചെയ്യപ്പെടെ? ഞാൻ അന്നേ പറഞ്ഞല്ല ഇതൊന്നും വേണ്ടെന്നുള്ളത്. ആ ഞാപ്പാ കൊടുക്ക. എന്തപ്പാ ഇന്ന് മോളെ ഫോണ് ഈ മാറ്റിക്കു, ഞാൻ എന്റെ പെരയൊക്കെ എന്നെ ആക്കി തരാം. നീ ഇവിടെ നിക്കണ്ട, ഞാൻ വന്നിട്ട് വന്നാ മതിട്ടോ. പോവാ ഉമ്മ, ഞാൻ പോവാ. ചെന്ന് പോയി തരുമോ? ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാതാക്കാനുള്ള പഴയ നിന്റെ അടുത്തുണ്ട്. എന്റെ മകനിക്ക് വിളിച്ചിട്ട് പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാലോ. എന്തായാലും ഇനി ഓൾക്കൊന്ന് വിളിക്കട്ടെ. ഹലോ മോളെ, ഓളെ ഇവിടുന്ന് പറഞ്ഞയച്ചോ നീ? ഇനി ഓളെ ഇങ്ങോട്ട് കാലാകാലം വരാത്ത രീതിയിലാക്കും ഞാൻ. എങ്ങനെയെന്നോ അഞ്ച് പണ്ടെടുത്തില്ലേ, ഓളാണ് എടുത്തിക്കുന്നതാക്കി ഞാന്. ഇനി ഇജാ പണ്ടേറ്റ് ഇങ്ങോട്ട് വായട്ടോ നാളെ. ഏത് പണ്ടെന്നോ? അഞ്ച് ഞാൻ ഒന്ന് തന്നീലേ, അതേറ്റ് തന്നെ. മോളെ ഈ കളിക്കാൻ നിക്കല്ലോ. ഇജാ പണ്ടേറ്റ് ഇങ്ങോട്ട് വാ നാളെ. നിങ്ങൾ രണ്ടാളും കല്യാണം നടത്തണ്ടേ? അതിന് വേണ്ടിട്ട് ഞാൻ ഓളെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. എടി എന്തെങ്ങനൊക്കെ പറയണേ? ഞാൻ അനക്കിന്ന് പണ്ടം തന്നതല്ലേ, അനക്ക് വേണ്ടിട്ട് തന്നെയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ. എന്റെ പണ്ട് എന്റെ അടുത്ത് ഇല്ല പറഞ്ഞാലേ ഇജ് ചതിക്കാണല്ലേ. അനക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. നല്ലപോലെ നിന്നീന്നൊരു പെരയേന്ന്. അനക്ക് വേണ്ടിട്ട് തന്നെ എല്ലേതും ഇല്ലാതാക്കിയ ഞാന്. എടി എന്റെ മനസ്സ് ഇങ്ങനെ ദുഷ്ടത്തരാന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഹലോ ഹലോ എടി ഹലോ. അച്ഛനെ എന്റെ പണ്ടുണ്ട് മുതല്. ഇപ്പൊ എന്തായടി, പണ്ടം പോയില്ലേ? ഞാൻ ഓല് രണ്ടാളും സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓന് ഭയങ്കര ഇഷ്ടല്ലേന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ എന്റെ മുതലേറ്റോള് പോയി. ഒരിക്കലും ഓള് നന്നാവൂല. നിങ്ങൾ ഓളെ ഇങ്ങോട്ട് വിളിച്ചു പോയി. പണ്ടും പോയത് പോട്ടെ, ഇനി ഓനോട് ഈ കാര്യങ്ങൾ പറയില്ലോ. എന്റെ കുട്ടി കൂടിക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഓളൊന്ന് നാളെ വിളിച്ചു വേണ്ടി. പിന്നെ ഇക്കല്ല പണി, സൗകര്യം ഇല്ല കൊണ്ടാന്. നിങ്ങൾ അങ്ങനെ പറയില്ലേ. എല്ലാരും വേണം. ഇനി ഞാൻ ഒരിക്കലും ആ കുട്ടീനെ ഞാൻ വേദനിപ്പിക്കൂല. നിങ്ങൾ കൊണ്ടിയോളെ. അച്ഛനെ ഞാൻ എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി. ഓളെങ്ങാനും എന്റെ കുടുംബത്തേക്ക് വന്നില്ലെങ്കിൽ ഓളെല്ലേതും നഷ്ടപ്പെടുത്തേനീല്. പണ്ടും മുതലൊക്കെ പോയി. ആ കുട്ടിയുടെ കണ്ണീരോടെ ഞാൻ എങ്ങനെ ഞാൻ ജീവിക്കും?